ഹായ്, ദിസ് ഈസ് പ്രിയ. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരപ്പെട്ടാൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടാനായി നമ്മൾ പിന്നിലായിപ്പോവും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ മറ്റുള്ളവരെ നോക്കി ജീവിക്കത്തില്ല. ഞാൻ എന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുമെന്ന്. നിങ്ങളുടെ വിജയം നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നെൽസൺ മണ്ടേല അല്ലേ, അതായത് ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രപതിയെ പറ്റി അല്ലേ. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അഹോരാത്രം പോരാടി ജയിലിൽ കിടന്ന് ഇല്ലേ. ആ നെഗറ്റീവുകളൊക്കെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്നിട്ട് പോലും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്, അത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് ഉറച്ച ആത്മവിശ്വാസവും നേടിയെടുക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ചിന്തകളുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചതില്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ബാല്യകാലം മുഴുവനും അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസമായാലും ആഹാരമായാലും ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും മാതാപിതാക്കളുടെ കൂടെ ജനിച്ചു വളർന്ന് അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. കറുത്ത വർഗ്ഗക്കാരുടെ വേദനകളും പ്രശ്നങ്ങളും ദാരിദ്ര്യവും അവർ വെളുത്ത വർഗ്ഗക്കാരാൽ നിഷേധിക്കപ്പെടുന്നതിനൊക്കെ കാരണമായപ്പോഴും അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ജനത, എൻ്റെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ കഴിയേണ്ടവരല്ല, അവർ കണ്ടു വളരേണ്ടവരല്ല. വിദ്യാഭ്യാസമായാലും വസ്ത്രധാരണമായാലും എല്ലാ മനുഷ്യരെ പോലെ എൻ്റെ രാജ്യത്തുള്ളവരും എല്ലാവരെ പോലെ സ്വാതന്ത്ര്യത്തിൽ നടക്കണമെന്നും ചിന്തിക്കണമെന്നും എല്ലാം അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി സ്വന്തം നിറത്തെപ്പോലും അദ്ദേഹം മാനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി അദ്ദേഹം പോരാടി. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് അത് രാഷ്ട്രപതിയാകുകയും ചെയ്തു. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതെ നമ്മുടെ ഉള്ള കഴിവിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിന് അതിർവരം വിടാതെ തന്നെ. ചിലവരുണ്ട്, എനിക്ക് ഇത്രയും സാധിക്കത്തുള്ളൂ, എനിക്കിവിടം വരെ പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി എത്രത്തോളം നമുക്ക് യാത്ര ചെയ്യാമോ, എത്രത്തോളം നമുക്ക് ചിന്തിക്കാമോ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ഹാപ്പിയോടെ നമ്മൾ ആയിരിക്കണം. മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ച് സമയം കളയാതെ എല്ലാവർക്കും 24 മണിക്കൂറുണ്ട് അല്ലേ. 24 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ച് നേടാവുന്നതൊക്കെ നമ്മൾ നേടുക. നേടാൻ കഴിയാത്തതിനെ ഓർത്തൊന്നും നമ്മൾ പുറകെ പോകാതെ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയുമെന്ന് ഉള്ളതിന് ഒറ്റ ലക്ഷ്യത്തോടെ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേരുകയും ചെയ്യും. നമ്മൾ പിന്നെ ഒരു കാര്യം മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാതിരിക്കുക. വേറൊരാളെ മിക്ക മനുഷ്യരുടെ സ്വഭാവം താരതമ്യം ചെയ്യുക എന്നത്. ഒന്നും താരതമ്യം ചെയ്യാതെ നമ്മുടെ കഴിവിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ജീവിതത്തിൽ നമുക്ക് വരും. ആ നെഗറ്റീവിനെയൊക്കെ നമുക്ക് പോസിറ്റീവാക്കാൻ കഴിയണം. അതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം നെൽസൺ മണ്ടേല കാര്യം കേട്ടല്ലോ. അപ്പം നെഗറ്റീവൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. നേടാൻ ഇറങ്ങിയവർക്ക് ഒന്നും ഒരു തടസ്സമാകത്തില്ല. ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കണ്ണ് കൊടുക്കാം. നമ്മളെ നേടിയെടുക്കാവുന്ന കാര്യങ്ങളേ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ.